കൈതക്കാട് നിന്നും കിഴക്കേക്കോട്ടയിലേക്ക് പോവുകയായിരുന്ന KSRTCയുടെ സിറ്റി ഫസ്റ്റ് ബസ്സിനാണ് ഇന്ന് തീപിടുത്തമുണ്ടായത്. ആളപായമൊന്നുമില്ല, പക്ഷേ ഡ്രൈവർക്ക് ഈ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് കാണാൻ കഴിയും, ഈ പട്ടം സെന്റ് മേരീസ് സ്കൂളിന് തൊട്ടു മുന്നിൽ എത്തുന്ന ഈ സമയത്തേക്ക് ഇവിടെ നിന്നും തീ ആളിപ്പടരുകയായിരുന്നു എന്നുള്ളതാണ്. മുന്നിലെ ഭാഗത്തു നിന്നും തീ ആളിപ്പടരുകയായിരുന്നു. പിന്നാലെ തന്നെ ബസ് നിർത്തി തൊട്ടടുത്തുള്ള ഹോട്ടലുകളിൽ നിന്നെല്ലാം തന്നെ വെള്ളം ശേഖരിച്ച് ഈ തീ അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഫയർഫോഴ്സിനെ കൂടി വിവരം അറിയിച്ചിരുന്നു. പൂർണ്ണമായും അണയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് അങ്ങനെയാണ്. നിറയെ യാത്രക്കാരുണ്ടായിരുന്നു ഈ ബസ്സിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാരെ എല്ലാം ഇറക്കി മറ്റൊരു വാഹനത്തിൽ കയറ്റി സുരക്ഷിതമായി വിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഇവിടെയാണ്, ഈ ഭാഗത്തു നിന്നുമാണ് തീ ആളിപ്പടർന്നത് എന്നുള്ളതാണ് ഡ്രൈവർ പറയുന്നത്. ഇവിടെ ഇരുന്ന ഡ്രൈവർ പെട്ടെന്ന് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഇവിടെ നിന്നും തീ ആളിപ്പടരുന്നു, എഞ്ചിനിൽ നിന്നും തീ പടർന്നതായിരിക്കാം എന്നുള്ളതാണ് ഏറെ സംശയമായിട്ടുള്ളത്. പിന്നാലെ ഈ ഡ്രൈവറുടെ കൈക്ക് പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. ഈ അത്തരമൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നിരവധി ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ഭീതി ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ തീ മറ്റ് ഭാഗങ്ങളിലേക്ക് ആളിപ്പടരുന്ന സാഹചര്യമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ബസിന്റെ ഡ്രൈവറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, എന്താ ശരിക്കും സംഭവിച്ചത്? അത് ഓടി വന്ന വണ്ടിയാണ്. ഇപ്പൊ ഇവിടെ പോലീസ് കൈ കാണിച്ചത് നിർത്തിയതാണ്. അന്നേരമാണ് കാണുന്നത്. പോകേണ്ടപ്പോ തന്നെ ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പം താഴെ തീയായി, മൊത്തം എല്ലാം തീയായിരുന്നു. യാത്രക്കാരെല്ലാം ഇറക്കി ചെന്ന് വണ്ടി ഓഫ് ചെയ്തു. ഈ ഹോട്ടലിൽ നിന്ന് വെള്ളം എടുത്തൊഴിച്ചു, റെഡിയാക്കി. ഈ എഞ്ചിനിൽ നിന്ന് തീ പടർന്നു തന്നെ ആയിരിക്കും. ഷോർട്ടായതാന്ന് തോന്നുന്നു. ഡീസൽ നേരത്തെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ഡെയിലി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് യാത്രക്കാരായിട്ടുണ്ടായിരുന്നു. ഒരു 19 പേര് ഉണ്ടല്ലോ. ആരെങ്കിലും പാനിക് ആയി പോയിട്ടുണ്ടായിരുന്നു? അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഇറക്കിയത് വേറൊരു ബസ്സിലേക്ക്. നിലവിൽ ചേട്ടൊരു ബുദ്ധിമുട്ടുകളില്ല. ഇനിയിപ്പോ അവര് നമ്മുടെ RRTയുടെ ആള് വരും. ഏതായാലും കൈക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു യാത്രക്കാർക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ ഈ എന്താണ് ഇത്തരത്തിലുള്ളൊരു തീ പടരാനുള്ള സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം സ്ഥിരമായി ഓടുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എഞ്ചിനിൽ എന്താണ് പ്രശ്നം ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള വിശദമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഇനി കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഏതായാലും ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം.